ടേസ്റ്റ് ആൻഡ് ട്രാവൽ ടെക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വറ്റിച്ചതാണ്. മീൻ വറ്റിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചിലയിടങ്ങളിൽ മീൻ പീര വെക്കുക, മീൻ തോരൻ വെക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നത്തോലി മീനാണ്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, ഒരു 10-15 ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു 6 പച്ചമുളക്, 3 വെളുത്തുള്ളി, 3 കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം വലുതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ മുളക് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 6 എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ച് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കുടംപുളിയാണ്. അതൊരു 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഈ മീൻ കഴുകുമ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ല് മാറാനായിട്ട് നമുക്ക് ഈ കുടംപുള്ളിയുടെ ഈ വെള്ളം ഉണ്ടല്ലോ, അതൊഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ല് നന്നായിട്ട് മാറിക്കിട്ടും. നമ്മൾ സാധാരണ കല്ലുപ്പൊക്കെ ഇട്ടല്ലേ കഴുകുന്നത്. കല്ലുപ്പ് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ല് നന്നായിട്ട് മാറിക്കിട്ടും. പിന്നെ ഇത് നല്ലതായിട്ട് പുളി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 4 പീസ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് ഇത് കീറി ഇട്ടിരിക്കുകയാണ്. പുളി കുറവുള്ളതാണെങ്കിൽ നമ്മളിത് കൂടുതലെടുത്തോണം. ഞാനിവിടെ നന്നായിട്ട് പുളി ഉള്ളതുകൊണ്ട് ഞാൻ ഈ 4 പീസ് എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കീറി ഇട്ടുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് തോന്നുന്നത്. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ചതയേ ചെയ്യാവുള്ളൂ, ഇത് അരഞ്ഞു പോകരുത്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അരിഞ്ഞു പോകരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അരിഞ്ഞു പോയാൽ നമ്മുടെ ഈ മീൻ വറ്റിക്കുന്നതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. നമുക്ക് ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചുമ്മാ അരിഞ്ഞിടുന്നതേ ഉള്ളൂ, ഭംഗിയൊന്നും നോക്കുന്നില്ല. നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഞാൻ ഇതിനകത്ത് 2 പച്ചമുളക് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. ബാക്കി അതിനകത്ത് നമുക്ക് അരിഞ്ഞിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ. ഇത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞ കളർ വേണമല്ലോ. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിപ്പോൾ തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേ നന്നായിട്ട് ചതഞ്ഞിട്ടേ ഉള്ളൂ, അരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം. നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഞാൻ. ഇനി നമുക്ക് ഈ അരപ്പ് മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മുളക്, നമ്മുടെ ഗ്രീൻ ചില്ലി അവിടെ ഇരിപ്പുണ്ടാവും, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതിന് ബാക്കി ഗ്രീൻ ചില്ലിയാണ്. ഞാനത് ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. ഞാനിത് നമ്മുടെ അരച്ച ജാറിനകത്ത് തന്നെ അല്പം വെള്ളം ഒഴിച്ച് എടുത്തതാണ്. നമുക്ക് അധികം വെള്ളം വേണ്ട. ഇതൊന്ന് വേകാൻ ആവശ്യമായ വെള്ളം മതി. വെന്ത് കഴിയുമ്പോൾ മീനിനകത്തുനിന്ന് അല്പം വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോകരുത്. നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് വേവാനായിട്ട് അടച്ചു വെക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. തിളയ്ക്കുന്നുണ്ട്. അത് ഇളക്കാൻ പാടില്ല, ഇളക്കിയത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് ഇളക്കുന്നില്ല.
ചിലയിടങ്ങളിൽ ഉലുവാപ്പൊടി ഇതിനകത്ത് ചേർക്കും. നമ്മളിത് ഉലുവാപ്പൊടി ചേർക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഉലുവാപ്പൊടി ചേർക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ കോമൺ ആയിട്ട് ഉലുവാപ്പൊടി ചേർക്കാനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അരപ്പിൻ്റെ കൂടെ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ പീര ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇളക്കുന്നില്ല. നമുക്ക് അല്പം കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. അല്ല, നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.